ആറ്റുകാൽ പൊങ്കാല. എടാ, സാധാരണ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നിന്റെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നമ്മള് വ്രതമെടുത്ത് ഭക്തിയോടെ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തൊരു സംഭവമായിരിക്കും അല്ലെ? നോർമലി പൊങ്കാല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്. പക്ഷേ എനിക്കിന്ന് പൊങ്കാലിനെ കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതെന്ന് അറിയാം, കുറേ ഷോവും കുറേ അനാവശ്യ കുറേ എന്തൊക്കെ പരിപാടികളൊക്കെയാണോ ഒരു പൊങ്കാല എന്ന് പറഞ്ഞ ചിലവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതായത് പൊങ്കാല എന്ന് പറഞ്ഞൊരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും, ഞാൻ വലിയ ദൈവവിശ്വാസ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ചെയ്യുമ്പോൾ വിശ്വാസം. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ, വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കാതിരിക്കുക, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടം, അതിൽ എതിർപ്പോ ഇതൊന്നുമില്ല. പക്ഷേ പൊങ്കാലെന്ന് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പൊങ്കാല ഇഷ്ടമുള്ള ആൾക്കാർ ഭക്തിപൂർവ്വം ഒന്നും ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ ഇപ്പം സംഭവിക്കുന്നതെന്നറിയോ, കുറേ പേര് എക്സ്പെഷ്യലി കുറേ സെലിബ്രിറ്റീസ് വന്ന് ഇതിനകത്ത് വന്ന് കിടന്ന് കുറേ ഷോഫും അനാവശ്യം അതും ഇതൊക്കെ കാണിക്കില്ല. അതായത് ഇപ്പം നിങ്ങളിപ്പം യൂട്യൂബിലോ ഇൻ്റർനെറ്റിലൊക്കെ പോയി 2026 ആറ്റുകാൽ പൊങ്കാല എന്ന് അടിച്ചാൽ കുറേ പേരുടെ ഫോട്ടോയും അവർ കാണിച്ചു കൊടുക്കുന്ന കുറേ കോമാളിത്തരമാണ് ഇപ്പോൾ വരുന്നത്. സെലിബ്രിറ്റീസിനെ തന്നെ ഞാൻ പറയുന്നില്ല, കുറേ സോഷ്യൽ മീഡിയാസ് എല്ലാവരും. അതായത് നമ്മൾ സെലിബ്രിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് സെലിബ്രിറ്റീസ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്. എന്നാൽ പോലും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞില്ല, എന്നാൽ പോലും ഒരാളെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റും, ലിച്ചി. ഇപ്പം നിങ്ങൾ ആറ്റുകാൽ പൊങ്കാല എന്ന വീഡിയോ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ കയറി നോക്കി, ലിച്ചിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് പുറത്തുനിന്ന് ഒരാളുണ്ട്, ഏതാണ്ട് എല്ലാം ഇനി സിനിമ ഷൂട്ടാണെന്ന് വരെ തെറ്റിദ്ധരിക്കും. ആള് പൊങ്കാല ഇടുന്നതിന്റെ കാര്യത്തിലൊന്നും നമുക്ക് കാര്യം നിങ്ങൾക്കറിയാം. ഈ പിന്നെ ഇട്ടുകൊണ്ട് വന്ന സാരിയുടെ കാര്യത്തിലും അതൊക്കെ പുള്ളിക്കാരി അങ്ങ് പ്രൊമോട്ട് ചെയ്യാണ്. എന്തൊക്കെ സത്യം പറയാൻ ഭയങ്കര വൃത്തിയായിട്ട് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ലിച്ചി കുറച്ച് അടുത്തായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാം സിനിമ കാര്യങ്ങളൊന്നും പുള്ളിക്കാരി ഇപ്പം ഇല്ല. പുള്ളിക്കാരി ഉള്ള സോഷ്യൽ മീഡിയയിലും പരിപാടിയിലെല്ലാം വന്നിട്ട് ഒരുമാതിരി എക്സ്പെഷ്യലി നമുക്ക് ചില പർട്ടിക്കുലർ ചാനൽസ് ഉണ്ട്, നമുക്കറിയാം. നമ്മൾ പറഞ്ഞവർക്ക് ഇപ്പം നമ്മളൊരു ഫെമിലാരിറ്റി അല്ലെങ്കിൽ ഫേമസ് നമ്മൾ കൊടുക്കുന്നില്ല. എന്നാലും കുറേ ചാനലിൽ വന്ന് പുള്ളിക്കാരി കുറേ വൾഗറായിട്ടുള്ള കുറേ ഡ്രസ്സ് കിട്ടുന്നു, അതും ഇതൊക്കെ കാണിക്കുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഓരോരുത്തർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോയ്സാണ്, നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ നിലാ നമ്പ്യാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ വന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വീഡിയോ അതല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ വേറൊരു പരിപാടിയിലോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റേജ് ഷോയിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓക്കെ. ഈ പൊങ്കാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന്യതയുണ്ട്, അതൊരു അർഹിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട്. ഈ എത്രയോ ഭക്തർ അല്ലെങ്കിൽ എത്രയോ പേര് കഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതേപോലത്തെയൊക്കെ കോപ്രായങ്ങൾ ഇങ്ങനത്തേക്ക് വന്ന് കാണിക്കുന്നത് ഇതിനെ നമുക്ക് കുറച്ചായിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന്, മേ ബി കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനത്തെ പൊങ്കാല ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീഡിയാസ് ഒന്ന് കവർ ചെയ്യും, അതൊരു കാര്യം, അത് ഓക്കെ. പിന്നെ ചിലവർ ഈ പൊങ്കാല മാത്രമല്ല പല പരിപാടി ചെയ്യുന്നതിന് മുമ്പ് മീഡിയാസിനെ വിളിച്ചിടും, ഹലോ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് കവർ ചെയ്ത് ഞങ്ങളെ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തന്നെ, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, എസ്പെഷ്യലി ഇവർ ഈ നോർമലി സാരിയാണ് കൊടുത്ത് വരുന്നത്, സെറ്റ് സാരിയും കാര്യങ്ങളും കൊടുത്താണ് പൊങ്കാലയ്ക്ക് വരുന്നത്. ഇവർ സെലിബ്രിറ്റീസാണ്, നോർമലി ഇവർ ക്യാഷ്വൽ വൈസും കാര്യങ്ങളൊക്കെ നോർമലി ഇടുന്നത്. അപ്പം ഇതേപോലെയുള്ള സാരിയൊക്കെ എടുത്തൊരു ഫംഗ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം പൊങ്കാല ഇടുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്, അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പം ഡ്രസ്സിൻ്റെ പല ഭാഗങ്ങൾ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് അത് അങ്ങനെ മാറിപ്പോകാൻ ചാൻസ് വരും. പക്ഷേ ആ സമയത്ത് മീഡിയാസിൽ പർട്ടിക്കുലർ ആംഗിൾസിലേക്ക് തന്നെ സൂം ചെയ്ത് പല പല ഫോട്ടോസ് എടുക്കും. ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിനകത്ത് നടക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ലിച്ചിയുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ഇത് പുള്ളിക്കാരിക്ക് ഇത്ര അറിവില്ലായ്മയാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരി പല ടൈമിലും പല ഷോസിലും വന്ന് ഓരോ കോമാളിത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട്, ഞാൻ കാണാറുള്ളതാണ്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ആ ഒരു കമ്മ്യൂണിറ്റിനെ പറയുമല്ല, കുറേ ട്രാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. പൊങ്കാലയുടെ ശേഷം പൊങ്കാല കഴിഞ്ഞതിൻ്റെ ഉള്ള ഒരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസൊക്കെ ഒന്ന് കാണണമായിരുന്നു. പക്ഷെ അത് എന്താണ്, ഭയങ്കര ഡപ്പാങ്കൂത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞത്, നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന പരിപാടി ഈ പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏതാണ്ട് സ്ത്രീകളുടെ ശബരിമല എന്ന രീതിയിലാണ് ആറ്റുകാൽ പൊങ്കാലയൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു പരിപാടിയായിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും വരും വർഷങ്ങളിൽ ഇതൊക്കെ ഒരുമാതിരി കുറേ ഷോ ഓഫ് കാണിക്കാനും അല്ലെങ്കിൽ കുറച്ച് അവരവരുടെ കുറച്ച് എന്താ പറയുന്നത് അതിൻ്റെ സ്റ്റാർഡം നിലനിർത്താനും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്താനും മാത്രമായിട്ടുള്ള മീഡിയകളായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മീഡിയമായിട്ട് മാറുമെന്ന് തോന്നുന്നത്. കാരണം ഇപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഒരു പൊങ്കാല കാണാൻ വേണ്ടി നമ്മളൊരു ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ലിച്ചി അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ ചെയ്തു, കാണിക്കുന്നതാണെങ്കിലോ നോർമൽ ഒരു
പൊങ്കാലിടുന്ന എല്ലാ വീഡിയോസ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കണ്ടോണ്ടിരിക്കും. പക്ഷെ കാണിക്കുന്നത് മഹാ വൾഗർ എന്ന് പറഞ്ഞാൽ മഹാ വൃത്തികെട്ട ചിപ്പി. പിന്നെ ചിപ്പിയുടെ അടുത്ത് വന്ന് പിന്നെ അതാ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇവള് പറഞ്ഞത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ചിലവന്മാരൊക്കെ ഈ മീഡിയ കാണിച്ചു ക്വസ്റ്റ്യൻ ഒരുത്തൻ ചോദിക്കുക, ഇതെന്താ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്? ചോറാണോ? അതെ, ചോറാണോ? എത്ര ബോധം ഇതിനകത്ത് മരക്കഴുതിയാണോ നിനക്ക്? എന്നൊക്കെ ഇരുന്ന് പറയുന്നത് ഒരു ബോധം വേണ്ടേ? ഒരു പരിപാടി കവർ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ എന്നെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയാം, ഇമാതിരി വൾഗറിറ്റിയും പരിപാടിയും കുറേ സത്യം പറഞ്ഞ ഇതൊരു ഒരു പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് വ്യൂ കിട്ടും, കുറെ ആൾക്കാർക്ക് അത് പുള്ളിക്കാരിയാണെങ്കിൽ ഉണ്ടല്ലോ മറ്റേ ഡ്രസ്സിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുക. ഈ സാരി എൻ്റെ ഓൺ ബ്രാൻഡാണ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതാ എനിക്ക് തോന്നുന്നു മിക്കവാറും പുള്ളിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം കവറേജ് ചെയ്യണം. അല്ല കുറേ മീഡിയാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഇവര് സെലിബ്രിറ്റീസിനെ മീഡിയാസിനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയും ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്ക് പോവാണ്, നിങ്ങൾ വന്ന് മാക്സിമം റീച്ച് ചെയ്യാൻ കാരണം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ വെച്ച് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചാണോ അല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ കാണിക്കുന്നുണ്ട് മഹാവൃത്തിയായിട്ട പരിപാടി. കാരണം എന്തൊക്കെയാണ് കാണിക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ മീഡിയക്കാരന്മാർ ഒരു കൊച്ച് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ഇവന്മാർ ആ കൊച്ചിൻ്റെ ദേഹത്ത് ഇച്ചിരി കൊച്ചു മാന്യമായിട്ട് ഡ്രസ്സ് തന്നെ ഇട്ടാൽ, പക്ഷേ ഇവന്മാര് അപ്പുറത്തെ ആംഗിളിലും ഇപ്പുറത്തെ ആംഗിളിലൊക്കെ ഇരുന്ന് ആ കൊച്ചിൻ്റെ വേറെ രീതിയിലുള്ള ചിത്രീകരിക്കാൻ നോക്കി. ആ കൊച്ചിൻ്റെ അമ്മ നൈസായിട്ട് തോർത്തെടുത്ത് ആ കൊച്ചിൻ്റെ മേത്ത് മറച്ചു. പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ്. പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല. പുള്ളിക്കാരുടെ അമ്മയ്ക്ക് അറിയാം ഇവന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ മഹാ തെണ്ടിത്തരം കാണിക്കാൻ പോകുന്നത്. ഇവന്മാരൊക്കെ പല ആംഗിളിലും ഫോട്ടോ എടുത്ത് നാളത്തെ ഇവന്മാരുടെ വീഡിയോ ഒക്കെ തന്നെ ഈ കുട്ടി ഇങ്ങനെ നിന്നപ്പോൾ ഈ കുട്ടി പൊങ്കാലിട്ടപ്പോൾ അത് കണ്ടു ഇത് കണ്ടു ഇമാതിരി പോക്കൃതരം കാണിക്കുന്ന ഇവന്മാർ. അനുമോളോടൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് കല്യാണം ഒന്നും ഇല്ലേ, കല്യാണം ആയതുകൊണ്ടാണോ? അത് മീഡിയാസ് ഒക്കെ ഇപ്പൊ വന്നത് എങ്ങോട്ടാ പോകുന്നത്? ഒരു എല്ലാ കാര്യത്തിലും ലിമിറ്റ് ഉണ്ട്. ഒരാളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ കുറച്ച് കാര്യങ്ങളിലൊക്കെ വ്യക്തിഹത്യയൊക്കെ നടത്തുന്ന ഈ ഇടയ്ക്ക് നമ്മളൊരു സീരിയൽ ആക്ട്രസ്, ഞാൻ എന്താ പേര് പറഞ്ഞത്, നമ്മുടെ പരസ്പരം എന്ന് പറയുന്ന സീരിയലിനകത്തൊക്കെ ഉള്ളൊരു എന്നായിരുന്നു ആക്ട്രസ് ആയിരുന്നു, പടിപ്പുര വീട്ടിൽ പത്മാവതി എന്നൊക്കെ പറഞ്ഞു. അല്ല നായകന് മറ്റേ പടിപ്പുര വീട്ടിൽ രേഖ എന്നാണ് തോന്നുന്നു പേര്. പുള്ളിക്കാരുടെ ഒക്കെ കുറെ ഓവർ ഇതാർക്ക് കാരണം മീഡിയാസ് ഒക്കെ അത് ഇതൊക്കെ പറഞ്ഞും കുറെ പേര് റിയാക്ട് ഒക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അതാണ് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യത്തിനും. ഒരു ചുമ്മാ ഒരു എന്ത് പരിപാടിക്കും കയറി ചുമ്മാ ഒരു മഹാവൃത്തിയിട്ട പരിപാടി. ഈ മീഡിയ എക്സ്പെഷ്യലി റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരം കാണിക്കുന്നത്. ഇപ്പൊ കുറച്ച് ചാനലുണ്ട് നമുക്കറിയാം, പല ചാനൽ പറഞ്ഞ അമ്മമാർ അങ്ങനെ ഇപ്പം നമ്മള് പറഞ്ഞ അമ്മമാര് ഫേമസ് ആവണ്ട കുറെ അമ്മമാരുണ്ട്. അമ്മമാരുടെയൊക്കെ പകുതി ദിവസത്തെ വീഡിയോ ഈ ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞപ്പോൾ അവരിരുന്നപ്പോൾ അവർ കാല് മടക്കി പൊക്കി ഇരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോ എടുക്കും. എന്നിട്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് ഇവന്മാർ വീഡിയോ എടുക്കുന്നത്, എന്ത് പോക്കൃത്തരം അല്ലെങ്കിൽ എന്ത് വൃത്തിയിട്ട പരിപാടി ഇവന്മാർ കാണിക്കാമെന്ന് അറിയാം. അത് എന്നിട്ട് കോമഡി ഇതൊക്കെ കാണാൻ ഇതുമാത്രം ആളുണ്ടാ. കാരണം ഇവരിങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട്. കാരണം ഇതുപോലെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നോർമൽ വീഡിയോ കിട്ടാതിൻ്റെ ഇരട്ടി റീച്ചാ ലിച്ചിടിയോ അല്ലെങ്കിൽ വേറൊരു സെലിബ്രിറ്റിയുടെ ഒക്കെ ഫോട്ടോ ഇട്ടാ വീഡിയോ ഇട്ട് ഇവർക്ക് ഇട്ടാൻ പോകുന്നത്. എന്തൊക്കെയാണേലും ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ആ ടൈമിൽ ഒരു മര്യാദക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മര്യാദക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇത് മറ്റേ ഇന്റർവ്യൂ പോലെയാണ്. എന്തൊക്കെ കോമഡി. പിന്നെ ചിപ്പിയോട് കണ്ടാൽ ഞാൻ അതെ ചിപ്പിയോട് വന്ന് ചിപ്പി നമുക്കറിയാം ഇപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മുഖമായി മാറിയിട്ടുണ്ട്. ചിപ്പി വർഷങ്ങളായിട്ട് പൊങ്കാലിടുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുടെ അടുത്ത് വന്നിട്ട് ഇവന്മാർ ചോദിക്കുന്നത് അത് കുറേ ചോദ്യം ചെയ്യും. പുള്ളിക്കാരി മാന്യമായിട്ട് എല്ലാത്തിനും മറുപടിയും പറയുന്നുണ്ട്. അവസാനം ഇവന്മാർ ചോദിച്ച് അവിടുത്തെ കല അങ്ങോട്ടൊക്കെ ചവിട്ടി പൊടിച്ചെന്ന് കണ്ടു തോന്നുന്നു. അവിടെയുള്ള ചേച്ചിയൊക്കെ അവസാനം ചൂടാകുന്നുണ്ട്. സോ നമുക്കൊരു എല്ലാ വ്യക്തികൾക്കും അവരുടെ ഒരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ഇതുണ്ട്, സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്തേക്ക് കയറി ചെന്ന് ഇമാതിരി പരിപാടി കാണിക്കല്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ മാന്യമായിട്ട് കവർ ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യുക. എന്നാലും അതിനൊക്കെ ലിമിറ്റ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു മാതിരി വൾഗറിറ്റി കാണിച്ച് എന്തും റീച്ച് കിട്ടാൻ വൾഗറിറ്റി മാത്രം ഇട്ടാൽ റീച്ച് കിട്ടുന്ന ഒരു മാതിരി ഒരു തെണ്ടിത്തരം തന്നെ ഞാൻ പറയണ്ട. ഒരു തെണ്ടിത്തരം കാണിച്ച ചെയ്യല്. നമ്മളാണെങ്കിൽ പോലും കുറെ സെലിബ്രിറ്റീസിന്റെ അതായത് പല ബിഗ് ബോസിന്റെ സമയത്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മളുള്ളത്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇവളിങ്ങനെയാണ്, ഇവിടെ കുളത്തിന്റെ മറ്റേ മറിച്ച് അങ്ങനത്തെ രീതിയിലേക്ക് പോലും നമുക്ക് തോന്നിയ അഭിപ്രായം. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഏതൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ സിനിമ ആയാലും എന്തായാലും നമുക്ക് ജഡ്ജ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ബിഗ് ബോസ് എന്ന പരിപാടി ആൾക്കാർക്ക് കാണാൻ വേണ്ടിയാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അവർ ആൾക്കാരെല്ലാം കണ്ട് അതിനകത്തുള്ള അല്ലെങ്കിൽ ആൾക്കാർ കണ്ട് TRP റേറ്റിങ്ങിലൂടെ കഴിഞ്ഞ് അവർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ചാനൽ, നമ്മൾ കേബിൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് നമ്മുടെ കേബിൾ നെറ്റ്വർക്ക്. ആ
കേബിൾ നെറ്റ്വർക്ക്, അതുപോലെ നമ്മുടെ ടി വിയിൽ ഒരു ഷോ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചില ജഡ്ജികളുടെ അവകാശം നമുക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡിനെ കുറിച്ച് റിവ്യൂ ചെയ്ത് ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലവർക്ക് നല്ല കാര്യം ചിലരെ കുറിച്ച് പറഞ്ഞിട്ട് മോശം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ക്രിറ്റിസിസം എനിക്ക് ഞാൻ പറഞ്ഞത് സിനിമ ആയപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് കാണുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് അതൊരു പ്രൊഡക്റ്റാണ് ആഫ്റ്റർ ഓൾ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് അതിന് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ അതൊരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിനെ നമുക്ക് ക്രിറ്റിസിസം ചെയ്യാനുള്ള കംപ്ലീറ്റ് അവകാശമുണ്ട്. പക്ഷെ എന്തിരുന്നാലും എന്തിനെക്കുറിച്ച് പറയുമ്പോഴും മാന്യമായ അല്ലെങ്കിൽ അതിനെ ഈവൻ ഇതൊരു ദൈവികമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ല, ദൈവികമായിക്കോട്ടെ എന്തായിക്കോട്ടെ, എന്നാൽ പോലും നമുക്ക് ഒരു കാര്യത്തിനെക്കുറിച്ച് അത് എതിർക്കുവാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാന്യമായ ഭാഷയുണ്ട്, സഭ്യമായ ഭാഷയിൽ അത് യൂസ് ചെയ്യാതെ എനിക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല, ഇത് ഭയങ്കര മോശമായി, നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഏതൊക്കെ സൈഡ്, നിങ്ങൾക്ക് ഇപ്പം ഒരു സംഭവത്തിനെ കുറിച്ച് ഏതൊക്കെ സൈഡ് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ അത് മാന്യമായ രീതിയിൽ പറയണം. അല്ലാതെ ഒരുമാതിരി ഞാൻ ഈ വീഡിയോക്കാർ നമ്മൾ തെണ്ടിത്തരം എന്ന് പറയുന്നത് പോലും ഒരു അത്രയ്ക്ക് മാന്യത കെട്ട ഈ സാധനം കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും ഒരാളെയും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് നമുക്ക് മോശമായി പറയണം ആഗ്രഹമുള്ളവരല്ല. പക്ഷേ ഇമാതി പരിപാടി കാണിക്കണം, അതിനെ ഡിഫൈൻ ചെയ്യണം ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് മാത്രം പറ്റത്തുള്ള കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും എല്ലാം. പാർക്കിങ്ങിന്റെ കാര്യം, പാർക്കിങ്ങിന്റെ കാര്യം അത് പിന്നെ ഇതിന്റെ പോട്ടെ, അത് പിന്നെ 200 അത് പിന്നെ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആസ്പെക്റ്റ് കിടക്കുന്ന കാര്യങ്ങൾ. അതായത് ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ചെയർമാൻ എന്താണെന്ന് മുനിസിപ്പാലിറ്റിയുടെ അതിൽപ്പെട്ട കാര്യങ്ങൾ, അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ ഈ കുറേ മീഡിയ സ്റ്റാൻഡേർഡ്സിനെ കൊണ്ട് അനാവശ്യ ആൾക്കാരുടെ മേത്തിലേക്ക് കയറുന്ന അവരെടുക്കുന്ന കണ്ടന്റിനെ കുറിച്ചും അതെങ്ങനെ അവർ അത് ചിത്രീകരിച്ച് യൂട്യൂബിലും അല്ലെ ഇതിനകത്തെ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് കുറേ ഭയങ്കര മോശമായിട്ട് വന്നു. ഇപ്പം ചില ചാനലുണ്ട്, നിങ്ങൾക്ക് അറിയാം ചാനലിനെ പറ്റി. ഇതിൻ്റെ സ്പെഷ്യൽ ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു പക്ഷിയുടെ പേര് വെച്ചുള്ള ചാനലാണ്. അവന്മാരെ പറഞ്ഞറിയിച്ചാക്കുന്നില്ല. ഇവന്മാരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ പരിപാടി. എന്തൊക്കെ തോന്നിവാസങ്ങൾ ഇവന്മാർ അടിച്ചിറങ്ങുന്നതെന്നറിയോ? ഓരോ വീഡിയോ കാണും, ഓരോ രേണുവിന്റെ വാലയെ നടക്കാം. അതെ, രേണുസുദ്ദീൻ 24 മണിക്കൂർ രേണുസുദ്ദീൻ, അത് വേറെ കേസ്. പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. എന്നാൽ പോലും ഇവന്മാര് ഇങ്ങനെ എടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചൊക്കെ മാന്യത കാണിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ ഒരാൾ ഇപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആറ്റുകാൽ പൊങ്കാല പോലത്തെ പരിപാടി, ഒരാൾ കുനിഞ്ഞൊന്ന് ജസ്റ്റ് പൊങ്കാല ഇടുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് ക്യാമറ വെച്ചെടുക്കുന്നത്? അതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മാന്യത വേണ്ടേ? ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിയുടെയൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് മാന്യത കാണിച്ചു കൂടെ? എന്തൊക്കെയാണ് വൃത്തിയോട് കാണിച്ചു കൂട്ടുന്നത്? അതൊരു ദൈവികത എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതെ, അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തോന്നി, എന്ത് തേങ്ങയൊക്കെയാണ് കുറേ ഓരോ ആൾക്കാർ ഇത് പേഴ്സണൽ സ്പേസ്. പിന്നെ ചിലവർ ഇതിന് വേണ്ടി തന്നെ വരുന്നത്, ഇവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ചിലവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇങ്ങനെയല്ല എനിക്കൊന്ന് റീച്ച് ആവണമെന്ന് ഓർത്തുണ്ട്. അതും ഞാൻ കുറേ പറയാൻ കണ്ടു. കുറേ ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. നമ്മൾ പേരെടുത്തൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി നമ്മുടെ മറ്റേ ആ ബിഗ് ബോസ് താരമില്ലായിരുന്നു, ഞാൻ പേര് ശരിക്കും പറഞ്ഞു, പിന്നെ ഒരു മുസ്ലിം ഗേൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം എന്താ പേരെന്തായിരുന്നു? സോറി, ഞാൻ പേരും വിട്ടു. എന്റെ വായിലിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പണ്ടത്തെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് താരം, അതായത് കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ച് ഞാൻ പേര് ശരിക്കും മറന്നുപോയി ആക്ച്വലി. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. പുള്ളിക്കാരി ആറ്റുകാൽ പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞ് കുറേ മതത്തിനെ പറഞ്ഞ് കുരു പൊട്ടിയ കുറേ മരുന്ന് കാമിഡി. എടാ നീയൊക്കെ എവിടുന്ന് വരുന്നത്? നീയൊക്കെ ഞാൻ പറയുന്നത് ഏത് ദുനിയാവിന്ന് വരുന്നവന്മാരാ? പുള്ളിക്കാരി വന്ന് ഒരു ആറ്റുകാൽ പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ എന്ത് കുരു പൊട്ടുന്നേ? നിനക്കൊക്കെ എന്താ പ്രശ്നം? ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞ മതം വേണം, മതം തലയ്ക്ക് പിടിച്ച് കണക്കല്ലേ. ഏത് മതത്തിലാണ് പറഞ്ഞിട്ടുള്ള വേറൊരു മതത്തെ അപമാനിക്കുക അല്ലെങ്കിൽ വേറൊരു ഇത്? ആ കുട്ടിക്ക് ഇഷ്ടം റിനോഷ് ചെയ്യുന്ന കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ കുട്ടി വന്ന് ആറ്റുകാൽ പൊങ്കാല ഇട്ടാൽ ഇപ്പം എന്താ പ്രശ്നം? ആക്ച്വലി എല്ലാവരും പറയും ഒരു ദൈവം ഒരു ജാതി ഒരു ദൈവം. നമ്മുടെ SNDP ശ്രീനാരായണ ഗുരുവിൻ്റെ ആൾക്കാർ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം. എന്തായാലും എല്ലായിടത്തും ഞാൻ പേഴ്സണലി ഞാൻ ദൈവവിശ്വാസി, അത്ര വലിയ ദൈവവിശ്വാസി ഒന്നുമല്ല. എന്നാൽ പോലും ഞാൻ ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മുസ്ലിമാണ്, ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ ഹിന്ദുക്കാർ വന്ന് ക്രിസ്ത്യൻസിനെ മോശമായിട്ട് എന്തെങ്കിലും പറയണോ ഓക്കെ, അല്ലെങ്കിൽ മോശമായിട്ട് അവരുടെ ആരാധനാലയത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിലോ വന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ. ഇത് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി വേറെ ജാതി എന്നുള്ള ആളെ സഹകരിച്ച് അവർക്ക് ഇഷ്ടം അവരാ പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? അവർ മാത്രമാണ്. ഇപ്പം മറ്റേ റംസാന്റെ നോയമ്പുണ്ട്, അത് എത്ര
ഹിന്ദുസ് എടുത്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ നോയമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്തോരം പേര് 8 നോയമ്പെന്ന് പറഞ്ഞ പരിപാടി എടുത്തു, അല്ലെങ്കിൽ മലയാറ്റൂര് പോകുന്നു, എന്തോരം ഹിന്ദുക്കൾ പോകുന്നുണ്ട്. അതിന് നിനക്കൊക്കെ എന്തിന്റെ സൂക്കേടാ? എല്ലാവരും എടുക്കുക. നിനക്ക് നമ്മര് നിന്നെ ഉപദ്രവിക്കാൻ വല്ല മതി. എന്തൊക്കെ കമന്റ്, ചിലവന്റെയൊക്കെ കമന്റ് കാണും, ഏതാണ്ട് അവന്റെ കുരു പൊട്ടി. എടാ ഇത് ഇങ്ങനെ ഉള്ളവന്മാരെയാണ് മത തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് ഇമാതിരി കുരു പൊട്ടുന്നത്. ഒരു മതത്തിന് മറ്റേ നീ അത് ചെയ്തു ഇത് എന്തൊക്കെ വർഗീയത. ഇത് കാണുമ്പോൾ ചിലപ്പോൾ കേരള സ്റ്റോറി എന്നൊക്കെ ഇതെടുത്ത് കാണിച്ച് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാം കേരള സ്റ്റോറി ശരിയാണെന്ന് തോന്നിപ്പോകും. കാരണം അമ്മാതിരി മതഭ്രാന്തന്മാരായിരിക്കും. എടാ ഏത് മതം ആയിക്കോട്ടെ, നിനക്ക് എന്താ മതത്തിനെ വേറൊരാള് എന്നാ ആദരിക്കുന്നതിന് എന്താ നിനക്കൊക്കെ പ്രശ്നം? അതിനെ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വന്നു കഴിയുമ്പോൾ ആ മതത്തിലുള്ള ആൾക്കാർക്ക് ശരിയായി ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ മതം ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ വേറൊരു മതത്തിൽ നിന്ന് ഈ മതം അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല, ഒക്കെ സമ്മതിക്കാം. ആ മതത്തിൽ വന്നിട്ട് ആ മതത്തിലുള്ള നല്ല കാര്യം ചെയ്യുന്നത് നിനക്കൊക്കെ എന്താ പ്രശ്നം? കുറേ ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ മെസപ്പൊട്ടാമിന്ന് ബസ് കിട്ടാത്ത കുറേ മണ്ടന്മാരുള്ളതെന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും തമാശ. അപ്പം ഏതായാലും ഇതൊക്കെയാണ് ഇപ്പം പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ വൾഗറിറ്റിയും പരിപാടി. ഇനിയും ഞാൻ പറഞ്ഞില്ല, ഭാവിയിൽ ഇനി പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഷോ ഓഫും അല്ലെങ്കിൽ കുറേ പേർക്ക് റീച്ച് കിട്ടാനുള്ള പ്ലാറ്റ്ഫോം മാത്രമായി പോകുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ. സോ ഏതായാലും ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് and it's me Chanchal and we are signing off. Bye.